Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആൾതാമസം ഇല്ലാത്ത ഒരു ഇരുണ്ട് കിടക്കുന്ന വീടായിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ചുമരുകളിൽ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഡീമൺ കയറിയ വീടാണ്. ആ ഡീമണ് കൊണ്ടുവന്നത് നീയാണ്. ഈ വീട്ടിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ല, ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വായിച്ച് ഇപ്പൊ പതിയെ മുകളിലേക്ക് കയറുകയാണ്. അവളുടെ പാരന്റ്സ് അവളെക്കുറിച്ച് ബാഡായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് അവളിപ്പോ അപ്സ്റ്റെയറിലേക്ക് വരും. അതിനുശേഷം അവിടെ റെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും റെഡ് സ്മാരോ അവളുടെ ബോഡിയിൽ കയറിയിരുന്ന് എന്തൊക്കെയോ പറയുന്ന പോലെ ഒരു സ്വപ്നം അവൾ കാണുക. അതിന് ശേഷം അത് അവളുടെ ബോഡിയിലെ ഓരോരോ പാർട്ടുകളായിട്ട് കൊത്തിപ്പറിക്കും പോലെ അവൾക്ക് തോന്നുകയാണ്. അതങ്ങനെ കൊത്തിപ്പറിക്കും തോറും അവളാണെങ്കിൽ അവളുടെ കൈ അങ്ങനെ കടിച്ചു പറിച്ച് ചോര ഒഴുകും. ദിവസവും രാവിലെ അവൾ ആ ഒരു സ്വപ്നം കണ്ടാണ് എഴുന്നേൽക്കുന്നത്. അവളാണെങ്കിൽ ഡോബിയുടെ അടുത്തേക്ക് വരും. ഡോബി ആണെങ്കിൽ അവളെ കളിയാക്കുകയാണ്. അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഞാൻ എൻ്റെ വീട് അതൊന്ന് കാണാൻ പോയതാണ്, അല്ലാതെ നീ കരുതും പോലെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടും. അടുത്ത നിമിഷം അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ആ വീടെങ്ങനെ കത്തിക്കുകയാണ്. ഓ നോ, നീ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സൂപ്പർ ഹീറോസ് ഈസി ആയിട്ട് നമ്മളെ കണ്ടെത്തും. അതിനവൻ പറയും, ഒരിക്കലുമില്ല, നമ്മുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മളെ തോൽപ്പിക്കാനുള്ള എബിലിറ്റിയോ കഴിവോ ആൾക്കാരോ ഒന്നും തന്നെ അവരുടെ പക്കലില്ല. അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. വേണ്ടവർ അവനെ ഓരോ തവണ തോൽപ്പിക്കുകയും ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവനങ്ങനെ ഹരം കൊണ്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ട്വൈസിന്റെ ആ ഒരു ബ്ലഡ് അതെടുത്ത് കാണിക്കും. അവൻ മരിച്ചതിന് ശേഷം ഇപ്പൊ അവന്റെ ആ ബ്ലഡ് പവർ ഉപയോഗിച്ച് അവന്റെ ആ ക്ലൗൺ പവർ അത് കിട്ടാനായിട്ട് പോവാണ്. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അതിലേക്ക് നോക്കും. കട്ട് ചെയ്ത ആൽഫാർവൺ ഒളിച്ചിരിക്കുന്ന ആ ബേസ് കാണിക്കും. ഡമോറയാണെങ്കിൽ അവിടെ ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്പിന്നർ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് പോയി നീ ഓക്കെ അല്ലേന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും അവന്റെ ബോഡിയിലൂടെ ഒരുപാട് കൈകൾ പുറത്തേക്ക് വന്നത്. അവൻ ശ്രദ്ധിക്കുക. ആൽഫാർവൺ ആണെങ്കിൽ സ്പിന്നറിനെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അധികം വൈകാതെ അവൻ ഓക്കെ ആവും. ഇവിടെ സ്റ്റെപ്പിക്കാണെങ്കിൽ ഇപ്പൊ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഒരുപാട് ഹെട്രോ മോബ്സ് അവർ പ്രതികാരം വീട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സൂപ്പർ ഹീറോസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഹ്യൂമൻസിന്റെയും അതുപോലെ തന്നെ ആനിമൽസിന്റെയും ഒരു ഫ്യൂഷൻ രൂപം, അതാണ് മോബ്സ്. എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഇപ്പൊ ഈ സ്പിന്നറിനെയാണ്. സെപ്റ്റിക് ആണെങ്കിൽ ഇപ്പൊ റീഡസ്റ്റോയുടെ സ്ഥാനത്ത് നീ വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനെന്ന് പറഞ്ഞ് ഡി പോലുള്ള എന്തോ ഒന്ന് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, റെഗുലർ പീപ്പിൾസിനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല, കുറിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അത് മേടിക്കും. കട്ട് ചെയ്ത ഇവിടെ യു എയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇവാക്യുവേറ്റ് ചെയ്ത ജനങ്ങളെല്ലാവരെയും സേഫ് ആയിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. യിൽ ജനങ്ങളെ താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് രണ്ട് വില്ലന്മാരുണ്ട്. അതായത് ആൽഫാർ വണ്ണിന് ഇൻഫർമേഷൻ ഒറ്റിക്കൊടുക്കുന്ന രണ്ടുപേര്. ആൽഫാർ വൺ കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനാണ് അവരിപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ആൻഡ് ടീം അവരാണെങ്കിൽ മെയിൻ വില്ലന്മാരെ അന്വേഷിച്ച് അങ്ങനെ ഓരോ ഭാഗത്തോടെ നടക്കുകയാണ്. പക്ഷെ അവരാണെങ്കിൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവർക്ക് കിട്ടിയത് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരെ മാത്രമാണ്. അവർ യൂത്താണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് നേരത്തെ ശ്രമത്തിനൊടുവിൽ അവർ ടയേർഡ് ആയിരിക്കുകയാണ്. ആ സമയത്ത് ഹീറോ ആണെങ്കിൽ ഇപ്പോൾ ഉറാറക്കയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഉറാറക്ക മാത്രമാണ് ലാസ്റ്റ് ഹീറോയ്ക്ക് വേണ്ടി ഒരുപാട് നേരം സംസാരിച്ചതും ആൾക്കാരെ കൺവിൻസ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവന്നതും. അങ്ങനെ അവൻ അവളോട് രണ്ടു വാക്ക് സംസാരിക്കാനും അവന്റെ സ്നേഹം അതറിയിക്കാനും ശ്രമിക്കുന്ന അതേ സമയം ഇപ്പോ ആൽമൈറ്റ്, ഡിറ്റക്റ്റീവ്, നമ്മുടെ പ്രിൻസിപ്പള് അവര് മൂന്ന് പേരും അവിടേക്ക് വരിക. ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ആളുടെ ഒരു ഫിംഗർ ഉയർത്തി കാണിക്കും. ഹീറോയ്ക്കാണെങ്കിൽ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല, അവൻ കാര്യം തിരക്കും. ആൽമൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്ത പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. അതേസമയം US സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ മറ്റൊന്നുമല്ല, സൂപ്പർ ഹീറോസ് അന്വേഷിച്ചതനുസരിച്ച് കുറച്ച് വില്ലന്മാർ ഇവിടേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. അതായിരിക്കും അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഹീറോസ് എല്ലാം തന്നെ പുറത്ത് വില്ലന്മാരെ അന്വേഷിച്ച് പോയതുകൊണ്ട് തന്നെ അല്പം പ്രോ ഹീറോസ് ആണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കാൻ അവിടെ ഉള്ളത്. ആ ബ്ലാക്ക് ഷിപ്സിനാണെങ്കിൽ ടെൻഷൻ കൂടും. അവർ ഓൾറെഡി ഒരു പ്ലാൻ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനുകളെല്ലാം പകർന്ന് തരിപ്പണാവും. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് ആ കറുത്ത ആടുകളാണെങ്കിൽ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ആ ബ്ലാക്ക് ഷിപ്പ് ചിന്തിക്കും, എങ്ങനെയെങ്കിലും ആ ഇസുക്ക് പയ്യനെ പുറത്ത് കൊണ്ടുവരിക എന്നതാണ് ഞങ്ങളുടെ പ്രധാന മിഷൻ. പക്ഷെ ഇപ്പോൾ നമ്മളായിട്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ആൽഫാർവൺ നോക്കിക്കോളൂന്ന് പറഞ്ഞ് അവർ ഹായ് ആയിട്ടിരിക്കും. ഇപ്പൊ ജനങ്ങൾക്കാണെങ്കിൽ ഒരുപാട് വിഷമം അവിടെ വിട്ടുപോകുന്നതിൽ. അവരാണെങ്കിൽ അവിടെ വിട്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കും. അവരിപ്പോൾ പോകാൻ പോകുന്നത് സ്കൂളിൽ നിന്നും 30 കിലോമീറ്റർ ദൂരെയായിട്ടുള്ള ന്യൂ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. അവിടേക്ക് എന്തൊക്കെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ആ സമയം ഹീറോ ആണെങ്കിൽ തനിച്ചിരിക്കുന്ന ഉറാറക്കെ കാണും. ഇതാണ് പറ്റിയ അവസരം അവളോട് സംസാരിക്കാനെന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് പോകും. ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അവളോട് ചോദിക്കും, നീ ഇത്ര വേഗം അൺപാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? അതിന് അവൾ പറയും, ഞാൻ ഒരുപാട് ബോക്സസ് ഒന്നും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല,
വളരെ ലിമിറ്റഡ് മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവൾ ദൂരേക്ക് നോക്കി നിൽക്കും. നീ എന്താണ് നോക്കുന്നതെന്ന് ഹീറോ ചോദിക്കും. അതിന് അവൾ പറയും, തകർന്നടിഞ്ഞു കിടക്കുന്ന ആ സിറ്റി. അത് കണ്ട് അവനും അവിടേക്ക് നോക്കും. ആണെങ്കിൽ ശ്വാസം വലിച്ചുവിട്ട്, ഞാൻ ടോഗയെക്കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കരുതിയത്. ലാസ്റ്റ് ടൈം ഞാനും അവനും ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്തത്. ആ സമയത്ത് അവനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ സംസാരിച്ചു. ഉടനെ അവൻ പൊട്ടിക്കരഞ്ഞു. ടോഗ എന്തിനാണെന്ന് കരഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ അവനോട് ഒരുപാട് ദേഷ്യമുണ്ട്. അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതെന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ അവളുടെ മാനസികാവസ്ഥ കാണുമ്പോൾ അവൻ്റേതായിട്ട് ഒരുപാട് സാമ്യം തോന്നും. അവളാണെങ്കിൽ വീണ്ടും വിഷമത്തോടു കൂടെ ആ തകർന്നു കിടക്കുന്ന സിറ്റിയിലേക്ക് നോക്കി അവസാനം ഉണ്ടായ ആ ഫൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അത് ശരിക്കും ഓർക്കാൻ കഴിയാത്തൊരു ഫൈറ്റ് തന്നെയായിരുന്നു. ആ ഒരു സിറ്റി അടക്കം ഒരുപാട് സിറ്റികൾ നശിച്ചു. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്തിന് ഒരുപാട് സൂപ്പർ ഹീറോസ് പോലും നമ്മളെ വിട്ടുപോയി. അങ്ങനെ അവരാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് പരസ്പരം എന്തൊക്കെയോ സംസാരിക്കും. അതേസമയം ഇവിടെ ടോഡറോക്കി ആണെങ്കിൽ അവന്റെ ബ്രദറിന്റെ പേരിൽ എല്ലാവരോടും സോറി പറയാണ്. അത് കേട്ട് ലിഡ പറയും, നിന്നെപ്പോലെ തലതിരിഞ്ഞ ബ്രദർ എനിക്കും ഉണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിനവൻ പറയും, നിന്റെ ബ്രദറിനെ വെച്ച് ഒരു കാരണവശാലും ടോബിയെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിന്റെ ബ്രദർ നല്ലവനാണ്, പക്ഷെ എൻ്റെ ബ്രദർ നല്ലവനല്ല. അവനെക്കുറിച്ച് ഒരു കാര്യം പോലും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആൽഫാർ വണ്ണിനെ കാണിക്കും. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും ചെറുതായിട്ട് ഒന്ന് മാറ്റി കളം കുത്തിയാൽ ഓൺ ദ സ്പോട്ട് ഞാൻ തിരിച്ചറിയും. മാത്രമല്ല അവരെ തകർക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഞാൻ അവരിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് ഒരു ക്വിക്സ് പവർ കാണിക്കുകയാണ്. ക്വിക്സ് പവർ ഉണ്ടായിരുന്ന ആള് ഒരു ബോറിംഗ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ആളുടെ സന്തതി പരമ്പരകളൊക്കെ അടിപൊളിയാണ്. അതിലൊരാള് ആൽബൈറ്റിന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അവനാണെങ്കിൽ എന്നെ തന്നെ കോർണർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഒടുവിൽ ഈ പവർ എൻ്റെ കയ്യിൽ തന്നെ വന്നെത്തി. ഞാൻ മുളപ്പിച്ച ചെടിയിലെ ഫ്രൂട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതുപോലെ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആരെയോ കോണ്ടാക്ട് ചെയ്ത് ഡ്രിങ്ക്സ് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സിറ്റിയിൽ നമ്മുടെ ഹീറോ പയ്യൻ ഇസുക്കാണെങ്കിൽ ആരോ ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കും. അത് മറ്റാരുമല്ല, യുഗ. അവനെ കണ്ട ഹീറോയ്ക്ക് ഭയങ്കര അത്ഭുതം. നീ എങ്ങനെ ഇവിടേക്ക് എത്തി? നിന്നെ പോലീസ് അവര് വെറുതെ വിട്ടോന്ന് ഹീറോ ആണെങ്കിൽ അവനോട് ചോദിക്കും. അതിനവൻ പറയും, അതെ, എൻ്റെ അഡ്വക്കേറ്റ് വന്ന് ജാമ്യത്തിൽ എന്നെ ഇറക്കി. ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഞാൻ ഈ കാര്യം അതെല്ലാവരോടും പറയട്ടെ എന്ന് പറയും. അതിനവൻ പറയും, ഇപ്പൊ അത് നീ ആരോടും പറയേണ്ട കാര്യമില്ല. നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സത്യത്തിൽ ആൽഫാർ വണ്ണിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയോ? ഇപ്പോ നമ്മുടെ ഈ ജപ്പാന്റെ അവസ്ഥ അത് തന്നെ നീ കണ്ടില്ലേ? ദിനം പ്രതി ഇവിടെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളും സാമ്രാജ്യങ്ങളും ഒക്കെ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഗ്യാപ്പിൽ വില്ലന്മാരെല്ലാം കൂടിക്കൂടി വരികയാണ്. അവർ ഒരുപാട് കൊള്ള കവർച്ചയൊക്കെ നടത്തുകയാണ്. ഫസ്റ്റ് ക്വിക്സ് പവർ അത് കിട്ടിയതിന് ശേഷവും ഇതുപോലെ തന്നെയായിരുന്നു. മോഷണം, കൊലപാതകം, അങ്ങനെ ഒരുപാട് ക്രൈംസ് അതെല്ലാം തന്നെ കൂടി വന്നു. ഹീറോ ആണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വണ്ടർ അടിക്കുകയാണ്. ക്ലിയർ ആവാതെ ഹീറോ ആണെങ്കിൽ നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഈ ലോകത്തെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ മുൻപിലേക്ക് ഒരു രക്ഷകനെ പോലെ എത്തി ഈ ലോകത്തെ കൈയാളാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആൽഫാർ വണ്ണിന്റെ ലക്ഷ്യം ജപ്പാൻ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവനായിട്ടും ടേക്ക് ഓവർ ചെയ്യുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. കുറേശ്ശെ അവർ ഈ ലോകത്തിന്റെ ബേസിക് നീഡ്സ് എല്ലാം തന്നെ നശിപ്പിക്കും. അതിന് ഹീറോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നമ്മൾ ഇത്രയും പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ, നമ്മൾ ഇതിനൊരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. അതിനവൻ പറയും, അതെ, പക്ഷേ ഈ ലോകത്തെ കഴിഞ്ഞും വലുത് എൻ്റെ പാരൻസ് ആണ്. സോ എൻ്റെ മുൻപിൽ വേറെ വഴിയില്ല, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് അങ്ങനെ മാറുകയാണ്. അപ്പോൾ അവൻ്റെ തൊട്ടു പുറകിലായിട്ട് സാക്ഷാൽ ആൽഫാർ വൺ. അവനെ കണ്ട് ഹീറോ ഒന്ന് ഞെട്ടും. വീണ്ടും അവൻ ചതിക്കുമെന്ന് ഹീറോ കരുതിയതല്ല. ഹീറോ ആണെങ്കിൽ പല്ല് കടിച്ച് അവനോട് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ. നീ ഇത്രയും വലിയൊരു വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ഒന്നിൽ കൂടുതൽ ചതി നീ ചെയ്തിട്ടും നിന്നെ വീണ്ടും വിശ്വസിക്കാനായവനാണ് ഞാനും ഞങ്ങളോടൊപ്പം ഉള്ള എല്ലാവരും. പക്ഷെ എന്നിട്ടും നീ ഞങ്ങളെ ചതിച്ചു. ഇവിടെ ആൽഫാർ വൺ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പൊട്ടിച്ചിരിക്കും. യുഗ, നീ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എൻ്റെ അൾട്ടിമേറ്റ് എയിം പോലും നീ അവനോട് പറഞ്ഞു. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇപ്പൊ ആൽഫാർ വണ്ണിനോട് ചോദിക്കും, ഞങ്ങളൊന്നും ചെയ്യില്ലല്ലോ, ഞങ്ങളുടെ ഫാമിലിയെ വെറുതെ വിടില്ലേ? പക്ഷെ അടുത്ത നിമിഷം ഇപ്പൊ യുകയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും ഇപ്പൊ ആ വില്ലന് നേരെ തിരിയാണ്. ഹീറോ ആണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യും. അത് കണ്ട് അവൻ ഞെട്ടും. ആണെങ്കിൽ തീർത്തു പറയും, ഉറപ്പായാലും ഞാൻ എൻ്റെ പാരൻസിന് വേണ്ടി നിന്നെ തകർക്കും. ആൽഫാർ വണ്ണിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം തോന്നും. കാരണം പല രീതിയിൽ അവനെ ചെക്ക് ചെയ്തിട്ടും അവന്റെ ബോഡിയിൽ അൺയൂഷ്വൽ ആയിട്ടൊന്നും കണ്ടില്ല. പിന്നെ എങ്ങനെ അവനെ കൊണ്ട് എന്നെ ചതിക്കാനായിട്ട് കഴിഞ്ഞു ചിന്തിക്കും. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടത് ആ ഒരു 1 for all പവറാണ്. അത് ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആൽഫാർ വൺ ആണെങ്കിൽ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ തിരിയും. ആൽഫാർ വൺ ആണെങ്കിൽ നോമൂസിനെയും അതുപോലെ തന്നെ ബാക്കി വില്ലന്മാരെ അവിടേക്ക് കൊണ്ടുവരും. അതേസമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ബാക്കി സൂപ്പർ ഹീറോസിനെ അവിടേക്ക് എത്തിക്കും. അവരങ്ങനെ വരെ യോഗം ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ ആ വില്ലനെ വെല്ലുവിളിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.